അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആദാബ് തവാസുൽ എന്ന ഒരു ബൈത്താണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ, നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും പറയുന്ന ഒരു ബൈത്താണിത്. നമുക്ക് അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം പുതിയ കുറേ വാക്കുകളുണ്ട്, അതെല്ലാം എഴുതി വെക്കണം, അർത്ഥം പഠിക്കണം, ബൈത്തിൻ്റെ ആശയം എഴുതി വെക്കണം. ഓക്കെ, നമുക്ക് ബൈത്ത് നല്ല ഭംഗിയിൽ പാടണം. അത് നിങ്ങൾ നന്നായിട്ട് പാടിയാൽ മതി. നന്നായിട്ട് നല്ല ശബ്ദത്തിൽ ഭംഗിയിൽ പാടുക. ഓക്കെ, ഞാനത് വായിച്ചു തരാം, അതിൻ്റെ അർത്ഥവും പറഞ്ഞുതരാം. തറാ റുഊസൽ ഖൗമി ദൗമൻ മുത്രിഖ അലൽ ജിഹാസി വൽ ഉയൂനു മുഹ്ദിഖ കൽഫൈസി വൽ വാട്സാപ്പി വൽ ഇൻസ്റ്റാഗ്രാമി വകുല്ലുഹ ഫി ഖബ്ലത്തിൽ ഇബ്ഹാമി. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ പറയണമെന്നുള്ളത്. തറാ, നിങ്ങൾ കാണുന്നു, റുഊസൽ ഖൗമി, ഒരു സമൂഹത്തിൻ്റെ തലകൾ, ദൗമൻ, എപ്പോഴും, മുത്രിഖ, ഇങ്ങനെ കുനിഞ്ഞ് പോകുന്നത് കാണുന്നു, അലൽ, കുനിഞ്ഞ് കാരണം താഴ്ന്നു പോകുന്നത് കാണുന്നു. എവിടേക്കാണ് കുനിഞ്ഞിട്ടുള്ളത്, എവിടേക്കാണ് താഴ്ന്നിട്ടുള്ളത്? അലൽ ജിഹാസി, ഒരു ഉപകരണത്തിലേക്ക്, വൽ ഉയൂനു മുഹ്ദിഖ, അവരുടെ കണ്ണുകൾ എന്തോ ഒന്നിലേക്ക് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടും പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ ഏത് ഉപകരണത്തിലേക്കാ? നമ്മളെ ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. ഫോണിലേക്ക് തല താഴ്ത്തി അതിലേക്ക് കണ്ണും നട്ട് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് പോയിക്കൊണ്ട്, മുഹ്ദിഖത്ത് എന്ന് പറഞ്ഞാൽ ഉറ്റു നോക്കുക എന്നർത്ഥം. കൽ ഫേസി, ഫേസ് പറഞ്ഞാൽ ഫേസ്ബുക്ക്, വൽ വാട്സാപ്പ്, വൽ ഇൻസ്റ്റഗ്രാം, ഇതിലേക്കൊക്കെയാണ് അവരുടെ കണ്ണ് എന്തിട്ടുള്ളത്, ഉറ്റുനോക്കുന്നത്. വകുല്ലുഹ ഫി ഖബ്ലത്തിൽ ഇബ്ഹാം, ഇവയെല്ലാം ഫി ഖബ്ലത്തിൽ ഇബ്ഹാം, അവരുടെ തള്ളവിരൽ, ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരലിൻ്റെ ഖബ്ലത്ത്, പിടിയിലാണ്. തള്ളവിരലുകൊണ്ടാണല്ലോ നമ്മൾ ഫോൺ ഇങ്ങനെ നീക്കുക, അതാണ് പറയുന്നത്. ബിഹാ ഫവായിദു നഅം ലാ തുൻകറു ഹൈസുൽ മസാഫാതു ബിഹാ തുഖ്തസറു വഅസ്ബഹത് അർഹാമു ഖൗമിൻ തുസലു വഅസ്ബഹൽ ഖൈറു ലിഖൗമിൻ യുസലു. ബിഹാ ഫവായിദു, ഇതുകൊണ്ട് ഒരുപാട് ഫായിദകളുണ്ട്, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നഅം, അതെ, പക്ഷേ ലാ തുൻകറു, അതിനൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ബിഹാ ഫവായിദു, ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നഅം, അങ്ങനെ തന്നെയാണ്. ലാ തുൻകറു, അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ഹൈസുൽ മസാഫാത്തു ബിഹാ തുഖ്തസറു, എന്താ ഒരു ഉപകാരം പറയാ? ഹൈസുൽ മസാഫാത്തു, ഒരുപാട് ദൂരെയുള്ള ആളുകളെല്ലാം ബിഹാ തുഖ്തസറു, ഈ ഫോൺ കൊണ്ട്, തുഖ്തസറു, ദൂരങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? കുറഞ്ഞു വന്നിട്ടുണ്ട്, ഖസീറായിട്ടുണ്ട്, ഇത് കുറഞ്ഞിട്ടുണ്ട്. വഅസ്ബഹത് അർഹാമു ഖൗമിൻ തുസലു, വഅസ്ബഹത് അർഹാമു ഖൗമിൻ, കുടുംബ ബന്ധങ്ങളൊക്കെ ആയിത്തീർന്നു. എന്തായി? തൂസലു, ബന്ധങ്ങൾ ഉണ്ടായിത്തീർന്നു. പഴയ കാലത്ത് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പല ബന്ധുക്കളെയും കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് പോകേണ്ടതുണ്ടായത് കൊണ്ടൊന്നും പറ്റിയിരുന്നില്ല. ഇന്ന് ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്, ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതെന്തായി? കുടുംബ ബന്ധങ്ങളൊക്കെ ഇതുകൊണ്ട് ചേർന്നിട്ടുണ്ട്. വഅസ്ബഹൽ ഖൈറു ലിഖൗമിൻ യുസലു, വഅസ്ബഹൽ ഖൈറു, നന്മകൾ, ലിഖൗമിൻ, ജനങ്ങളിലേക്ക്, യൂസലു, ഇതുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പല നന്മകളും വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നന്മകൾ എത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ കൈമാറുന്നു. ഇതെല്ലാം, അങ്ങനെയുള്ള നന്മകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. ലാക്കിൻ, പക്ഷേ, അലൽ ഇൻസാനി, മനുഷ്യർക്ക് നിർബന്ധമാണ്, അൻ യൽതസിമ, മുറുകെ പിടിക്കൽ, എന്ത്? ബിബഅദിൽ ആദാബി, ചില മര്യാദകൾ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. അൻ യഗ്തനിമ, അത് സൂക്ഷിക്കലും, അത് കാത്തു സൂക്ഷിക്കലും നിർബന്ധമാണ്. ഫോൺ ഉപയോഗിക്കുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്, അത് പാലിക്കൽ നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. ഫഅഖ്ലിസ് നിയ്യ ഫി ഖതീനാഇഹ വഗ്നം അൻ റിളർ റഹ്മാനി മിൻ ജറാഇഹ. ഫഅഖ്ലിസ് നിയ്യ, നിൻ്റെ നീയത്തിന് നീ എന്ത് ചെയ്യണം? നന്നാക്കണം. അത് നിഷ്കളങ്കമാവണം, നീയത്ത് നിഷ്കളങ്കമാവണം. ഫി ഖതീനാഇഹ, അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ. വഗ്നം റിളർ റഹ്മാനി മിൻ ജറാഇഹ, അള്ളാഹുവിൻ്റെ
റിള റഹ്മാൻ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കണം. മിൻജറായിഹ, നീ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള കാര്യങ്ങളിലേ നീ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ബിനശിരിക്കൽ മക്കാത്തി എന്നൊക്കെ പറഞ്ഞ ക്ലിപ്പുകൾ നീ എന്ത് ചെയ്യുന്നു, നഷ്ർ വ്യാപിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുമ്പോൾ, അൽ മുഫീദ ഉപകാരമുള്ള ക്ലിപ്പുകളാണ് നീ എന്ത് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് ഷെയർ ചെയ്യേണ്ടത്. ഫിൽ ഇൽമി അറിവുകളായിരിക്കണം, വല്ല ആദാബ് മര്യാദകളുള്ളതായിരിക്കണം, വല്ല അഖീദ നമ്മുടെ ആശയ ആദർശങ്ങളോട് യോജിക്കുന്നതായിരിക്കണം നീ ഷെയർ ചെയ്യുന്ന ക്ലിപ്പുകളെല്ലാം. വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് എന്നർത്ഥം. ലാക്കിൻ പക്ഷേ തജന്നബ് കസ്റത്തുൽ ഇർസാൽ, ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നത് നീ എന്ത് ചെയ്യണം, വെടിയണം. ഫഇന്നഹു യദ്ഉ ഇലൽ ഇംലാൽ, നല്ല കാര്യമാണ്, അറിവാണ്, വഅളാണ്, പ്രസംഗമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കരുത്. എന്താ കാരണം? ഫഇന്നഹു, അത് യദ്ഉ ഇലൽ ഇംലാൽ, മടുപ്പിലേക്ക് കൊണ്ടെത്തിക്കും, മടുപ്പ് ക്ഷണിച്ചു വരുത്തും. ഇത് തജന്നബിനി ഒഴിവാക്കണം. കസ്റത്തുൽ ഇർസാൽ, അമിതമായ ഷെയറിങ് നീ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഫഇന്നഹു യദ്ഉ ഇലൽ ഇംലാൽ, അതെന്ത് ചെയ്യും, മടുപ്പിലേക്ക് എത്തിക്കും എന്നർത്ഥം. വഹദർ മിനൽ ഖൗലി ബിലാ ബുർഹാൻ, വഹദർ നീ സൂക്ഷിക്കണം, മിനൽ ഖൗൽ വാക്കുകൾ, ബിലാ ബുർഹാൻ തെളിവുകളില്ലാതെയുള്ള വാക്കുകൾ ഷെയർ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, നീ സൂക്ഷിക്കണം. ഫഇന്നഹു മിൻ അഅ്ളമിൽ ബുഹ്താൻ, ഫഇന്നഹു തീർച്ചയായും അത് മിൻ അഅ്ളമിൽ ബുഹ്താൻ ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ട് മാറും. പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. ഈ ചെറിയൊരു പഴഞ്ചൊല്ലിങ്ങനെ കേൾക്കാം, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്ക് നുണ എന്തായിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചിട്ടുണ്ടാവും എന്ന് പറയണേക്കാം. അത് ഈ പ്രത്യേകിച്ചും ഈ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് തെളിവുകളില്ലാതെ നമ്മളൊന്നും ആർക്കും എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്ത് കൊടുക്കരുത്. അവിടെ അങ്ങനെ ഉണ്ട് തരടാ, ഇവിടെ ഇങ്ങനെ ഉണ്ട് തരടാ എന്ന് പറയുന്ന കേൾക്കുന്ന മെസ്സേജുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ സത്യമല്ലാതെ ആയിരിക്കും. ഈ സത്യമല്ലാത്ത കാര്യം മറ്റുള്ളവർ വിശ്വസിക്കാൻ ഇടവരും. അത് കാരണം പല ആളുകളുടെയും അഭിമാനത്തിന് ക്ഷതം വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. നീ ഒരു ഗണ്ണിക അല്ലെങ്കിൽ ഔ ഖബറൻ ഒരു വാർത്ത നീ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ദൗമൻ എപ്പോഴും തസബത്ത് യാ ഉഖയ്യ വഖ്തബർ, തസബത്ത് അത് നീ ഉറപ്പ് വരുത്തണം, യാ ഉഖയ്യ സഹോദര, വഖ്തബർ നീ അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം നീ എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. ഇയ്യാക്ക നീ സൂക്ഷിക്കണം, അൻ തഫ്ലഹ ഇർള അനാമിൻ, തഫ്ലഹ എന്ന് പറഞ്ഞാൽ മോശമാക്കുക, ഇർള എന്ന് പറഞ്ഞാൽ അഭിമാനം, അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അഭിമാനത്തെ മോശമാക്കുന്നതിനെ നീ സൂക്ഷിക്കണം. വഹുവ ബരീഉൻ, നീ ഈ മോശമാക്കിയ ആൾ എന്തായിരിക്കും, ബരീഉൻ ഒരു പക്ഷെ നിരപരാധിയാകാം. യാ ഉഖയ്യ കൂട്ടുകാരാ, സഹോദര, തന്തം നീ ഖേദിക്കേണ്ടി വരും, അത് നീ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. വലാത്തക്കുൻ ബൂക്കൻ, നീ എന്താവരുത്, ഹോണാവരുത്, സ്പീക്കറാകരുത്. വലാ സമ്മാഴത്തൻ, അതും അതന്നെ ബോക്സ് ആവരുത്, ബോക്സും സ്പീക്കറൊന്നും ആവരുത്. ലിക്കുല്ലി ഇഫ്കിൻ, എല്ലാ തെറ്റുകളെയും കയ്യില വിളിച്ചു പറയുന്ന, ഇഷാഅത്തിൻ എല്ലാ മോശം കാര്യങ്ങളെയും ഇങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏണിയായിട്ട് നീ മാറരുത്, ഇങ്ങനെ കൊളത്തി കൊടുക്കുന്ന ആളായിട്ട് നീ മാറരുത് എന്നാണ് പറയുന്നത്. ഇഫ്ക്ക് പറഞ്ഞാൽ തെറ്റുകൾ, മോശം കാര്യങ്ങൾ. ഇഷാഅത്ത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. സമാഅത്ത് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഹോണ്, സ്പീക്കർ എന്നൊക്കെ അർത്ഥം. വഅലം ബി അന്നല്ലാഹ, വഅലം നീ അറിഞ്ഞോ, ബി അന്നല്ലാഹ ഖദ് ഹബാക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്, ജവാരിഹ അവയവങ്ങൾ നൽകിയിട്ടുണ്ട്, കൽ ഐൻ കണ്ണ് പോലെയുള്ള കണ്ണ്, കഥ അഴത്താക്ക് അത് നിനക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാ തന്നിട്ടുള്ളത്? ഇയ്യാക അൻ തജഅല ഹാതിക നിഅം, നീ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ നശിപ്പിച്ച് കളയുന്നതിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വസീലത്തല്ലിക്കുല്ലി ഫഇലിൻ ഖദ് ഹറം, മോശമായ കാര്യങ്ങളിലേക്കുള്ള വസീലയാകുന്നതിനെ തൊട്ട്, മറ്റുള്ള മോശമായ കാര്യങ്ങളിലേക്കുള്ളൊരു വഴിയാകുന്നതിനെ തൊട്ട് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹങ്ങളെ പൊളിച്ചു കളയുന്നതിന് തൊട്ട് സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണുകളും മറ്റു അവയവങ്ങളെല്ലാം തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദോക്ടർ മുത്തലഖ് ബിൻ ജാസിർ എന്ന് പറയുന്ന ഡോക്ടർ മുത്തലഖ് ബിൻ ജാസിർ എന്നവരാണ്
ഈ കവിത എഴുതിയിട്ടുള്ളത്, ആദാബ് തവാസുൽ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. എപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഈ നഖ്റഉ വനുജീബു ഇതിലെ കാര്യങ്ങൾ പറയുകയാണ്, ഇതിൻ്റെ ആശയങ്ങളും വിഷയങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇതിലെ അറിയാത്ത വാക്കുകളുടെ അർത്ഥം എഴുതി വെക്കുക, പിന്നെ ഓരോ വരിയുടെയും ആശയം വൃത്തിയായിട്ട് എഴുതിയിട്ട് അയച്ചു തരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.